ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സേഫ് തന്നെയല്ലേ? ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ്റെ ഫ്രൈ ആണ് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിങ്ങനെ ഭയങ്കര സ്റ്റിഫായി വരാറില്ലേ? അങ്ങനെയൊന്നും അല്ലാതെ നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ റെസിപ്പിയിലൂടെ ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ രശ്മി മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. ഒരു കിലോ ചിക്കനിലേക്ക് ഒരു കോഴിമുട്ട, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, 6 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്തതിന് ശേഷം ഒരു കോഴിമുട്ട അതിൻ്റെ മുകളിലായിട്ട് പൊട്ടിച്ച് പോരാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ നന്നായി മിക്സ് ചെയ്യണം, നല്ലപോലെ മിക്സ് ചെയ്ത് ജോയിൻ ചെയ്യിക്കണം. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 6 സ്പൂൺ കോൺഫ്ലോർ, ടീസ്പൂൺ അളവിലാണ് പറയുന്നത്, 6 ടീസ്പൂൺ കോൺഫ്ലോർ എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു 2 സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടെ. ഇപ്പം നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ, കുറച്ചൊന്ന് പ്രസ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണേ, കുറച്ചൊന്ന് ബലം കൊടുത്ത് പ്രസ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചൊരു 2 മണിക്കൂർ വെക്കുകയും വേണം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് തേച്ച് പിടിപ്പിച്ച് 2 മണിക്കൂർ വെച്ച് ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിനടിയിലധികം പൊടികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറിയാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത്? ഇഷ്ടമായി എല്ലാവർക്കും? നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പൊടിയായിട്ട് വരുന്ന കാണാം. ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ അങ്ങനെയൊന്നും വരില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് താഴെ രേഖപ്പെടുത്തണേ. ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും. ഞാൻ രശ്മി മനോജ് കുമാർ, സൈനിങ് ഓഫ്.